ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തൻ്റെ അടുത്ത പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദ പ്രോബ്ലം സോൾവിങ് പ്രോസസ് ആണ്. പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ആസ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പം എന്താണ് കമ്പ്യൂട്ടർ ആസ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്കറിയാം, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം, പഴയ കാലത്തിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിനെ ഒരു കാൽക്കുലേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാൽക്കുലേറ്റർ ആയിട്ടായിരുന്നു ഏൻഷ്യൻ ടൈംസിൽ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ കമ്പ്യൂട്ടർ ആസ് എ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് എങ്ങനെ ഒരു ഔട്ട്പുട്ടിനെ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്ത് കിട്ടും എന്നാണ് കമ്പ്യൂട്ടർ ആസ് എ മോഡൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൽഗോറിതമിക് പ്രോബ്ലം സോൾവിംഗ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. അപ്പം നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ എറയിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഡിസ്പെൻസിബിൾ പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഇന്നിപ്പം IT ഫീൽഡിൽ മാത്രമല്ല, പല ഡിസിപ്ലിൻസിലും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അതുപോലെ മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള പല ഫീൽഡുകളിലും കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൂളാണ്. അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ആസ് എ മോഡലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് ടു അറൈവ് അറ്റ് സൊല്യൂഷൻസ് ഫോർ എ ഗിവൺ പ്രോബ്ലം. നമുക്ക് തന്നിട്ടുള്ളൊരു പ്രോബ്ലത്തിന് സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് us explore how computers can be put to solving problems. First one, understanding the problem, formulating a model, developing an algorithm, writing the program, testing the program, and finally evaluating the solution. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. അപ്പം നമുക്കറിയാം, ഒരു പ്രോബ്ലം എഫക്റ്റീവായിട്ട് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഡൊമൈനെ പറ്റി തറവായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം, തറവായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം കൃത്യമായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ആ പ്രോബ്ലത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഒരിക്കൽ നമ്മൾ ആ പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് പിന്നെ പകുതി കാര്യങ്ങൾ എളുപ്പമായി, നമുക്ക് ഹാഫ് ഡൺ ആയി, അല്ലേ? എന്താണ് ആ പ്രശ്നം എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ, നമുക്ക് തറവായിട്ട് നോളജ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹാഫ് പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ തീർന്നു. നമുക്കത് പകുതി കാര്യം നമ്മുടെ കഴിഞ്ഞു, നമുക്ക് പകുതി പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ എന്താണ് കൺസ്ട്രെയിൻസ്, എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ പല ടെക്നിക്സ് നമ്മൾ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റിനെയേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ക്വസ്റ്റിനെയേഴ്സ് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹു ആർ കൺസേൺഡ് വിത്ത് ദ പ്രോബ്ലം, പ്രോബ്ലത്തിനോട് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, നമ്മളൊരു വലിയ പ്രോബ്ലത്തെ നമ്മൾ ചെറുതായിട്ട് അല്ലെങ്കിൽ മാനേജബിൾ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ സെഗ്മെന്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ആ പ്രോബ്ലത്തിനെ പറ്റിയുള്ള ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചുകൂടി ക്ലിയർ പിക്ചർ ഓഫ് ദ പ്രോബ്ലം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെക്കൻഡ് വൺ, ഫോർമുലേറ്റിംഗ് എ മോഡൽ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് തറവായിട്ട് ആ പ്രോബ്ലം മനസ്സിലാക്കിയ ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സൊല്യൂഷൻ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്, ഒരു സൊല്യൂഷൻ ഡിവൈസ് ചെയ്യുക അല്ലെങ്കിൽ സൊല്യൂഷൻ സങ്കല്പിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വേരിയസ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ട് ടൈമിൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലിരുന്ന് കുറേ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പായി ഡിസ്കസ് ചെയ്ത് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പം ഒരാൾക്ക് ഉള്ള ഒരു ഐഡിയയെക്കാളും 10 പേർക്ക് ഉള്ള ഒരു ഐഡിയ വരുമ്പോൾ അത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും ടെക്നിക്ക്. ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഐഡിയ 10 പേര് വരുമ്പോൾ കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടും. അതുപോലെ ബ്രെയിൻ റൈറ്റിംഗ് ആൻഡ് മൈൻഡ് മാപ്പിംഗ്, അത് മറ്റൊരു ടെക്നിക്കാണ്.
ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മളുടെ ഐഡിയാസ് നമ്മൾ പേപ്പറിൽ എഴുതി മേടിക്കുന്നതിനാണ് ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പം ഇൻട്രോവേർട്ട് ആയ ആൾക്കാർക്കും ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും അവരുടെ ഐഡിയാസ് എഫക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ജനറേറ്റ് ചെയ്ത ഈ ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺസെപ്ഷ്യൽ മോഡലായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഈസിലി ഒരു സൊല്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം 2 ടൈപ്സ് ഓഫ് മോഡലിംഗ് ഉണ്ട്. 2 പോപ്പുലർ ആയിട്ടുള്ള മോഡലിംഗ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗും സിമുലേഷൻ മോഡലിംഗുമാണ്. അപ്പൊ ഏത് മോഡൽ നമ്മൾ അഡാപ്റ്റ് ചെയ്താലും നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഐഡിയാസ് അക്യുറേറ്റ്ലി മോഡലിൽ റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മൾ കൺസീവ് ചെയ്ത ഐഡിയാസ് അക്യുറേറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ഡെവലപ്പ് ആൻ അൽഗോരിതം. അപ്പൊ നമ്മൾ കുറെ പോസിബിൾ സൊല്യൂഷൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്തു. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഒരു ഫോർമൽ റെപ്രസെന്റേഷനിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഇപ്പൊ കിട്ടി അല്ലെ, പക്ഷെ എല്ലാം നമുക്ക് ഒബ്വിയസ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സൊല്യൂഷൻസിന്റെയും പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ അസസ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അസസ് ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. മെമ്മറി, ടൈം ആൻഡ് ലൈൻസ് ഓഫ് കോഡ്, ഇങ്ങനെയുള്ള ഈ 3 ഫാക്ടേഴ്സിനെ ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്. നാലാമത്തെ കോഡ് ദ അൽഗോരിതം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ്, ഈ പ്രോസസ്സിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ബെസ്റ്റ് അൽഗോരിതം നമ്മൾ കണ്ടുപിടിച്ചു, എന്നിട്ട് ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിന് എഴുതി കൊടുക്കണം. അതിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് എഴുതി, അതാണ് അൽഗോരിതം. അപ്പൊ ആ അൽഗോരിതത്തിനെ എന്ത് ചെയ്യണം, ഇനി ആ അൽഗോരിതത്തിനെ നമ്മൾ കോഡാക്കി ഇൻസ്ട്രക്ഷൻസ് ആക്കി കമ്പ്യൂട്ടറിന് കൊടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രാജുവലി നമുക്ക് മോർ ആൻഡ് മോർ ആഡ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ദി പ്രോഗ്രാം. നമുക്കറിയാം നോബഡി ഈസ് പെർഫെക്റ്റ്, എല്ലാവരും പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ കോഡിങ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോഡ് ചെയ്തത് കറക്റ്റ് ആണോ നമ്മൾ വെരിഫൈ ചെയ്യണം. ഇതിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കോഡ് ചെയ്തത് കറക്റ്റ് ആണോ, എറർ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ വെരിഫൈ ചെയ്യുന്നതിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുമോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം അല്ലെങ്കിൽ ഡിസൈർഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഉപയോഗിച്ചാണ്. എനി അൺഎക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഈസ് ആൻ എറർ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏതൊരു ഔട്ട്പുട്ടിനും നമുക്ക് എറർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിനെ നമ്മൾ ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ഇൻപുട്സ് കൊണ്ട് ട്രൈ ചെയ്യണം. ഒരു ഇൻപുട്ട് മാത്രമല്ല, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്സും ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യണം. പക്ഷെ എല്ലാ ഇൻപുട്സും വെച്ച് പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്സ്, കുറച്ച് സ്മോളർ സെറ്റ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഇൻപുട്സ് യൂസ് ചെയ്യും. അതിനെ നമ്മൾ ടെസ്റ്റ് സ്യൂട്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ടെസ്റ്റ് സ്യൂട്ട് വെച്ചിട്ട് പ്രോഗ്രാം റൺ ചെയ്യും. അപ്പൊ ടെസ്റ്റ് സ്യൂട്ട് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം ബാക്കി എല്ലാ ഇൻപുട്സിനും പ്രോബബ്ലി കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമുക്ക് ഒരു ധാരണയിലോട്ട് എത്താൻ പറ്റും. മാത്രമല്ല നമുക്ക് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടെസ്റ്റ് സ്യൂട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല വേറൊരു മെത്തേഡാണ് ഡീബഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെസ്റ്റിംഗ് തന്നെയാണ് ഡീബഗിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഇൻവോൾവ്സ് ഫിക്സിംഗ് ഓർ റിസോൾവിംഗ് ദ എറേഴ്സ്, ടെക്നിക്കലി കോൾഡ് ബഗ്സ്. അതിന് നമ്മൾ ബഗ്സ് എന്നാണ് പറയുന്നത്. ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ടെസ്റ്റിംഗ്. Testing and debugging should be repeated until all errors are fixed. So we should repeat testing and debugging until all errors are fixed. Finally, evaluate the solution. This final step is crucial to ensure that the program effectively addresses the problem and attains the desired objective. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട്
അല്ല ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് നമുക്ക് കിട്ടിയോ അറ്റൈൻ ചെയ്തോ എന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ യു ഹാവ് ടു ഫസ്റ്റ് ഡിഫൈൻ ദി ഇവാലുവേഷൻ ക്രൈറ്റീരിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫിഷ്യൻസി, ഫീസിബിലിറ്റി, സ്കേലബിലിറ്റി ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. മാത്രമല്ല ദ പൊട്ടൻഷ്യൽ റിസ്ക് ദാറ്റ് കുഡ് അറൈസ് വിത്ത് ദ പ്രോഗ്രാംസ് ഡിപ്ലോയ്മെന്റ് ആർ ഓൾസോ ടു ബി അസസ്ഡ്. അപ്പം നമ്മൾ കോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഇനി അടുത്ത് ഡിപ്ലോയ്മെന്റ് ചെയ്യണം, അത് ഡിപ്ലോയ് ചെയ്യണം, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ റിസ്ക് ഫാക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോകും. അപ്പോൾ ആ റിസ്ക് ഫാക്ടറൊക്കെ നമുക്ക് അസസ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. മാത്രമല്ല നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നും കളക്ട് ചെയ്യാം. ആൻഡ് ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് യു ഹാവ് ടു വർക്ക് ഓൺ മേക്കിംഗ് നെസസറി. അപ്പോൾ ഈ ഫീഡ്ബാക്ക് വെച്ച് നമുക്ക് ബാക്കി ഉള്ളത് വർക്ക് ചെയ്യാൻ പറ്റും.